എടാ ഇതെന്തിൻ്റെ ഓപ്ഷനാ? അതെനിക്കും അറിയില്ല. കമ്പനിക്കാരോരോന്ന് ഉണ്ടാക്കി വെക്കും, അവർക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടി. കാരണം നീ വേറൊന്നും പഠിക്കണ്ട, ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി. ഏട്ടുമല്ല ഞാൻ എൻ്റെ പിന്നാലെ നടക്കും. എനിക്കിതല്ല വേറൊന്നും അറിയും. എടാ നിനക്ക് ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഇല്ല. ആദ്യം നീന്തി പഴഞ്ഞ ലുക്കൊന്നും വരണം. താടി മുടിയൊക്കെ നീട്ടി വളർത്തി ഒന്ന് സെറ്റാവണം. എടാ ഞാൻ പറയുന്നില്ല, നീ കേൾക്കുന്നുണ്ടോ? പിന്നെ നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒരു കീറിയ പാൻറ്റൊക്കെ മേടിച്ചിട്ട്. കീറിയ പാൻറ്റോ? ആ എടാ ഈ കടയിലൊക്കെ കിട്ടുന്ന കീറിയ പാൻറ്റില്ലേ, ഇനി അത് കിട്ടിയില്ല ഇത് കീറിയാലും മതി. എടാ എന്തൊരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു. അതെന്താ? ഞാൻ ചെറുപ്പം മുതൽ കൊണ്ടു നടന്ന പ്രണയം ഒന്ന് പറയാൻ പോവാ. ആരോട്? ദേ നോക്കി. അനൂപേ, നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ വെറുതെ ഒന്ന് കാറ്റോളം ഇറങ്ങിയതാ. അല്ല നീ എന്താ ഇവിടെ? ഞാനും വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാ. പിന്നെ കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? ഞാൻ ഒരു ബിസി ഫോട്ടോഗ്രാഫർ അല്ലേ, പിന്നെ കുറച്ച് വർക്കും തിരക്കും ഓട്ടങ്ങളും, അത് ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ ചുമ്മാ ഇങ്ങനെ ആലോചിക്കും, എന്ത് നമ്മുടെ കുട്ടിക്കാലമൊക്കെ എന്ത് മനോഹരമായിരുന്നു. അന്നൊക്കെ ഒന്നിച്ച് സ്കൂളിൽ പോയതും പിന്നെ നീ എനിക്കെന്നാ റോസാപ്പ് തന്നതും എല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഐ മീൻ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മളാ? അതെ. ആഹാ, അത് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അടുത്ത മാസം എൻ്റെ കല്യാണമാണ്. അപ്പോൾ പിന്നെ ചെറുപ്പം മുതൽ നമ്മൾ ഒരുമിച്ചില്ല സ്കൂളിൽ പോയിരുന്നത്, അതും എൻ്റെ സൈക്കിളിൻ്റെ പിറയിലിരുന്ന്. അന്ന് നീ എനിക്ക് പ്രേമത്തിൻ്റെ സിമ്പിളായ റോസാപ്പ് തന്നത് അതൊക്കെ വെറുതെ ആയിരുന്നു. ഓ അതോ? അതെൻ്റെ അച്ഛൻ ഓട്ടോക്കാശ് ലാഭിക്കാൻ വേണ്ടിയാണ് നിൻ്റെ കൂടെ സൈക്കിളിൽ വിട്ടുകൊണ്ടിരുന്നത്. പിന്നെ റോസാപ്പൂ അത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, അതാ നിൻ്റെ കയ്യിൽ തന്നു വിട്ടുകൊണ്ടിരുന്നത്. അല്ല, ഇത്രയും നാളും ഒരുമിച്ചുണ്ടായിട്ട് ഇപ്പോഴാണോ നിനക്കിത് പറയാൻ തോന്നിയത്? നീയേ കുറച്ച് വൈകിപ്പോയി. കുറച്ചൊന്നുമല്ല, ഒരുപാട് വൈകിപ്പോയി. എടീ, ഇപ്പം ഇങ്ങനെ ഒരു കല്യാണാലോചന വന്നില്ലായിരുന്നെങ്കിൽ നീ എന്നെ കെട്ടുമായിരുന്നു. ഒന്ന് പോടാ. ഓ, നിന്നെയൊക്കെ കെട്ടിയിരുന്നെങ്കിലേ എൻ്റെ ഒരു ഗതികെട്ട അവസ്ഥയെ. എടാ ഇത് നല്ല ദിവസമൊക്കെ തന്നെയല്ലേ, പക്ഷെ ആരുടെയാണെന്ന് അറിയത്തില്ല.